കണ്ടതെല്ലാം പോയി. പൊളിച്ചു. ലിജോ ജോസ് പടം, ലിജോ ജോസ് പടം. ഒന്നും പറയാനില്ല, ഒന്നും അതെല്ലാം പോയി. അടിപൊളി പടം, വേറെ ലെവൽ. കണ്ടതും കേട്ടതും എല്ലാം പോയി. ഓക്കെ, ലിജോ ജോസിന്റെ അടിപൊളി ഫ്രെയിമുകൾ മാത്രമാണ് ലിജോ ജോസിന്റെ. പിന്നെ കുഴപ്പമൊന്നുമില്ല പടം. കുറച്ച് ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് തന്നെയാണ്. ഇടയ്ക്ക് ഒരു ഒടിയൻ ഫീലൊക്കെ അടിച്ചു, എന്നാലും കുഴപ്പമില്ല. ലിജോ ജോസിന്റെ ഒരു പ്രകടനം കൊള്ളാം. കൊള്ളാം കൊള്ളാം കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല സിനിമയാണ്. അടിപൊളി, സൂപ്പർ സൂപ്പർ. ആവറേജ് ഉള്ളൂ, ആവറേജ് ഉള്ളൂ. ക്ലാസ് LPG പടം. അടിപൊളി പടം, അടിപൊളി പടം. ഫാൻബോയ്ക്ക് പറ്റിയ പടമല്ല, ലിജോ ജോസിന്റെ പടം. ലിജോ പലിശ്ശേരിയുടെ മുൻ സിനിമകൾ എങ്ങനെയാണോ അതിനേക്കാട്ട് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. എടുത്ത് മറ്റേ മേക്കിംഗ് വൈസാണ് ശരി, ക്വാളിറ്റി, ക്യാമറ വർക്ക്, എന്താണെങ്കിലും പറഞ്ഞത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് അവകാശപ്പെട്ടോ അത് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അല്ല, ആദ്യത്തെ 10 മിനിറ്റിലാണ് ശരിക്കും ക്ലൈമാക്സ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ആദ്യത്തെ 10 മിനിറ്റാണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. പക്ഷേ ആരും അത് ആ 10 മിനിറ്റ് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകും. പക്ഷേ ക്ലൈമാക്സിലാണ് നമുക്ക് ആ 10 മിനിറ്റിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും തൃപ്തിപ്പെടുത്തുന്ന സിനിമ തന്നെയാണ്, ഒരു സംശയവുമില്ല. മസാല പടങ്ങളോ അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് എത്രത്തോളം എന്താണ് ഇതിനോട് താല്പര്യം തോന്നുമെന്ന് പറയുന്നില്ല. പക്ഷേ ആസ് ഒരു ആരാധന നിലയിൽ, ഒരു പക്ക ആരാധകൻ നിലയിൽ ഈ പടം നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റാൻഡേർഡ് പക്ക ലിജോ ജോസ് പലിശ്ശേരി പടം തന്നെ. പടം മോഹൻലാൽ കണ്ടിട്ടേ ഇല്ല. പടം പറഞ്ഞേട്ടാ ഒന്നും പറയാനുള്ള. ഇതൊരു ഡിഫറെൻറ്റ് ജോണറിലുള്ള മൂവിയാണ്. LJPയുടെ ഒരു ഡിഫറെൻറ്റ് തീമാണ്. അത് നമ്മൾ നോക്കി ഡിഫറെൻറ്റ് എന്നിട്ട് മോഹൻലാലിനെ കാണിക്കുകയും ഡിഫറെൻ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ അതിലൂടെ മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും ഒരു ഡിഫറെൻ്റുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. LJPയുടെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ്, നമ്മൾ ഡിഫറെൻറ്റ് ജോണർ, അതാണ് സ്പെസിഫൈ ചെയ്യാനുള്ളത്. ഫാൻഷോ മെറ്റീരിയൽ അല്ല, എല്ലാവരും ഡിസപ്പോയിന്റഡ് ആണ്. നല്ല സിനിമയാണ്. ലിജോ ജോസ് പടം, ലിജോ ജോസ് പടം സൂപ്പർ. ലാലേട്ടൻ സൂപ്പർ.